ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു കർക്കിടക ചക്കയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ എല്ലാവരുടെയും അടുത്ത് അങ്ങനെ തന്നെയാണോ പറയാമെന്നറിയില്ല. ഇവിടെ പാലക്കാട് നമ്മളതിനെ കർക്കിടക ചക്ക എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ നോർമലി സാധാരണയുള്ള ചക്കകളൊന്ന് ഈ സമയമാകുമ്പോഴേക്കും ചക്ക തീരും, മറ്റൊന്ന് മഴ പെയ്യാൻ തുടങ്ങിയാലേ സാധാരണ ചക്കകളിൽ മധുരം ഉണ്ടാവില്ല. പക്ഷേ കർക്കിടക ചക്കയിൽ മധുരം ഉണ്ടാവും, നന്നായിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കൊരു വലിയൊരു ചക്കയാണ് ഇപ്രാവശ്യം കിട്ടിയത്. ഏതാണ്ട് 10-15 കിലോ വെയിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ മുഴുവൻ നമുക്ക് ചക്കയായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കി വരട്ടി വെക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു സമയത്ത് ചക്ക വരട്ടി ഉപയോഗിക്കാമല്ലോ. അങ്ങനെയുള്ള പ്ലാനിങ്ങിലാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ ചക്കച്ചുളയ്ക്ക് തന്നെ ഇരുന്നിട്ട് ചക്കക്കുരുകൾ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുന്നില്ല, നിറയെ വേരൊക്കെ ആയിട്ട് ചുളയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ചക്കക്കുരുകളെല്ലാം മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കോഴിമുട്ടയുടെ അകത്തിരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ തലയും കാലും ഒക്കെ ഫോം ചെയ്തിരിക്കുന്ന പോലെ ഇങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് ഇതിനകത്ത് ചക്കക്കുരു മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാ ചക്കക്കുരുവും മുളച്ചിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ചക്കച്ചുള എടുത്തിട്ടേ ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. നമ്മൾ എന്താണെങ്കിലും അത് ഇത്രയും ബുദ്ധിമുട്ടി ചക്കച്ചുളയുടെ അകത്തിരുന്ന് ചക്കയുടെ അകത്തും അതിൻ്റെ ചുളക്കകത്തൊക്കെ ഇരുന്ന് മുളച്ചതല്ലേ, അപ്പോൾ എന്നാൽ നമുക്ക് അതിനൊന്ന് നട്ടാലോ തോന്നി കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കൗതുകമായിരുന്നു. കാരണം അതിങ്ങനെ പൊളിച്ച് നോക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ, അതിൻ്റെ വേരെല്ലാം വളരെ ഒതുങ്ങി കൂടി അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് മുളപ്പിക്കാമെന്ന് കരുതി. ഇപ്പോൾ ടെറസിൽ നമ്മൾ പണ്ട് ഒരു യാത്രക്കിടയിൽ കിട്ടിയൊരു മുളന്തൈ കൊണ്ടുവന്നിട്ട് ടെറസിൽ വെച്ചിരുന്നു. പക്ഷേ മുളയുടെ ചെടിയെല്ലാം ഉണങ്ങിപ്പോയി. വേനൽക്കാലത്ത് നമ്മൾ നനച്ചെങ്കിലും ഉണങ്ങിപ്പോയി. ആ ചട്ടി അല്ലെങ്കിൽ ആ കവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ.